മന്ത്രിമാരെ നിശ്ചയിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് LDF യോഗവും ഇന്ന് തന്നെ ഉണ്ട്. ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഒക്കെ യോഗത്തിൽ ഏകദേശ ധാരണ ഉണ്ടാകും. KG ദിനകർ വിവരങ്ങളുമായി ചേരുകയാണ്. ദിനകർ, എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അറിയാനാകുന്നത്? അജിംഷാദ്, മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ തുടരുകയാണ്. 19 അംഗ മന്ത്രിസഭയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിൽ 12 പേർ CPIM-ൽ നിന്നും, 4 പേർ CPI-ൽ നിന്നും, ഒരാൾ NCP-യിൽ നിന്നും, ഒരാൾ ജനതാദളിൽ നിന്നും, ഒരാൾ കോൺഗ്രസ് S-ൽ നിന്നുമുള്ള മന്ത്രിമാരാകും സ്ഥാനമേൽക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം 12 മന്ത്രിമാരായിരിക്കും ഉണ്ടാവുക. ഇത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ തുടരുന്നത്. പുതുമുഖങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പരിചയമുള്ള, ഇതിനു മുൻപും മന്ത്രിമാരായിരുന്ന ദീർഘകാല പരിചയമുള്ള ആളുകളും കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. ഉച്ചയോടുകൂടി ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകും. എന്നാൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഒരു പക്ഷേ നാളെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അത് അവതരിപ്പിച്ച ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അനുമതിയോടുകൂടിയായിരിക്കും മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം LDF യോഗം AKG സെൻറ്ററിൽ ചേരുന്നുണ്ട്. ഘടകകക്ഷികൾക്ക് നൽകേണ്ട മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വകുപ്പുകൾ സംബന്ധിച്ചും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPI സംസ്ഥാന കൗൺസിൽ യോഗം നാളെ MN സ്മാരകത്തിൽ ചേരുന്നുണ്ട്. 4 മന്ത്രിമാരായിരിക്കും CPIയിൽ നിന്നും ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് ആരെ വേണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനമായിരിക്കും നാളെ കൈക്കൊള്ളുക. അതിൽ പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഉള്ളവരായിരിക്കും മന്ത്രിസഭയിലേക്ക് എത്തുക എന്നും വ്യക്തമായ സൂചനയുണ്ട്. അതിൽ ചിലരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. E. ചന്ദ്രശേഖരൻ, C. ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, ES ബിജിമോൾ, അതോടൊപ്പം തന്നെ VS സുനിൽകുമാർ തുടങ്ങിയവരുടെ പേരുകൾ ആണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം നാളെ ഉച്ചയ്ക്ക് ശേഷം CPM-ൻ്റെ MLA-മാരുടെ യോഗം ചേരുന്നുണ്ട്. നിയമസഭാ കക്ഷി നേതാവായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ നാളെ ചേരുന്ന MLA-മാരുടെ യോഗത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്യും. NCP-യിൽ നിന്നും മന്ത്രിയാവുന്നത് 2 പേരാണ് MLA ആയിട്ടുള്ളത്. ഇതിൽ 2 പേർ ആരാകണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരു പക്ഷേ 2 പേർക്കും 2 ടേം ആയി നിശ്ചയിച്ച് നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജനതാദളിലും മന്ത്രിസ്ഥാനത്തിൽ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാകും. മാത്യു ടി തോമസ്, CK നാണു, അതോടൊപ്പം തന്നെ CK നാണു, K കൃഷ്ണൻകുട്ടി എന്നിവരാണ് 3 MLA-മാർ ഉള്ളത്. ഇവരിൽ ആരെങ്കിലും ഒരാളാകും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക. കോൺഗ്രസ് S-ൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് വിജയിച്ച് കയറിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയാവും മന്ത്രിയാവുക. അക്കാര്യം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന LDF യോഗത്തിൽ തീരുമാനം ഉണ്ടാകും. മന്ത്രിസഭയുമായി സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നു വരികയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പിൻവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സത്യപ്രതിജ്ഞ ജനകീയ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും നടന്നു വരികയാണ്. അജിംഷാദ്. ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ദില്ലിയിലെ CPIM ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. BJP പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തു. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, വളരെ ഗൗരവമായ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും എത്തിയത്. AKG ഭവന്റെ ബോർഡ് അടക്കം അടിച്ചു തകർത്തു. എന്തൊക്കെ അക്രമങ്ങളാണ് അവർ കാട്ടിയത്? പോലീസ് എങ്ങനെയാണ് നിന്നത്? സന്തോഷ്, ബാരിക്കേഡുകൾ തകർത്ത് തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളിലേക്ക് എത്താം. മറ്റു വാർത്തകളിലേക്ക് പോയതിനു ശേഷം സംസ്ഥാനത്ത് BJP നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. തൻ്റെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കളാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ അമിത് ഷായ്ക്ക് പരാതിയും നൽകി. BJP കോർ കമ്മിറ്റി യോഗത്തിലും വിഷയം ഉന്നയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചേരുകയാണ്. ജിതിൻ, എന്തൊക്കെയാണ് ശോഭ നിരത്തിയത്? ഷാഫി പറമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഏതൊക്കെ തരത്തിലാണ് BJP പ്രവർത്തിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശോഭ മുമ്പോട്ട് വെക്കുന്നത് BJP നേതൃത്വത്തിന് മുന്നിൽ? അജിംഷാദ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാകാത്തതിന് പുറമെ BJP സംസ്ഥാന ഘടകത്തിൽ ഇപ്പോൾ തർക്കവും രൂക്ഷമാവുകയാണ്. പാലക്കാട് തന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുമായിട്ടാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. BJP മുൻ അധ്യക്ഷനും
തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ വി മുരളീധരനും ഒപ്പം പാലക്കാട് ജില്ലാ അധ്യക്ഷനായ സി കൃഷ്ണകുമാറും ചേർന്ന് തന്നെ ബോധപൂർവം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പരാതിയിൽ പറയുന്നത്. അമിത്ഷായ്ക്ക് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ കത്തയച്ചു കഴിഞ്ഞു. ഒരു മദ്യ വ്യവസായിയുമായി ചേർന്ന് പാലക്കാട് തന്നെ ബോധപൂർവം തോൽപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. പലയിടങ്ങളിലും UDF BJP വോട്ടുകൾ വ്യാപകമായി മറിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പലിന് വേണ്ടി മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് വോട്ട് മറിക്കാനുള്ള ശ്രമമുണ്ടായി എന്ന ശോഭാ സുരേന്ദ്രൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഇതിന് ഉപോത്ഫലകമായി ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലടക്കം താൻ പുറകോട്ട് പോയി. വലിയ വോട്ടിന്റെ കുറവ് പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടായി. ഒപ്പം തന്നെ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്ന മിക്കയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ അത്ര വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല എന്നീ ഉപോത്ഫലകമായ കാര്യങ്ങളാണ്. ശരി ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ BJPക്ക് നേതാക്കന്മാർക്കെതിരെ തന്നെ പരാതി അയച്ചിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ് ജിതിൻ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ദില്ലിയിലെ CPIM ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. BJP പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തു. വിവരങ്ങളുമായി സന്തോഷ് തള്ളിങ് ചേരുന്നു. സന്തോഷ്, കേരളത്തിലെ CPIM നേതാക്കന്മാരുടെ പേരെഴുതി വെച്ചാണ് അക്രമാഹ്വാനം AKG ഭവൻ പോലെ പാർട്ടി ആസ്ഥാനത്തിന് നേരെ നടന്നത്. CPIMന്റെ പാർട്ടി ആസ്ഥാനത്തിന് നേരെ നടന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു അക്രമം? എങ്ങനെ മാർച്ച് തുടങ്ങിയത് മുതൽ? സന്തോഷ് തള്ളിങ്. അജിംഷാദ്, ഇതുപോലൊരു സംഘർഷം ഈ അടുത്ത കാലത്തൊന്നും ഡൽഹിയിൽ കണ്ടിട്ടില്ല. AKG ഭവനിൽ ഇതിനു മുമ്പ് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, പ്രകടനങ്ങൾ ഭവന് മുമ്പിലേക്ക് വരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എല്ലാ പതിവുകളും തെറ്റിച്ചു. 11 മണിയോടുകൂടി BJPയുടെ ഡൽഹി ഘടകം അധ്യക്ഷൻ സതീഷ് ഉപാധ്യയുടെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന BJP പ്രവർത്തകർ, കേരളത്തിൽ നിന്നടക്കം ചില പ്രവർത്തകരും അതിലുണ്ടായിരുന്നു, അവർ പ്രകടനമായി എത്തി. ഈ പ്രകടനം തടയാൻ നേരത്തെ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തിയിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ ഒരു പ്രതിരോധവും ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പ്രകടനമായി എത്തിയ പ്രവർത്തകർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന തരത്തിലായിരുന്നു 2 ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു. പാർട്ടി ആസ്ഥാനത്തിന് 100 മീറ്റർ അകലെ മാറി. ഈ 2 ബാരിക്കേഡുകളും നിഷ്പ്രയാസം തന്നെ BJP പ്രവർത്തകർ തകർത്തു. അതിനുശേഷം പാർട്ടി ആസ്ഥാനത്തിന് മുമ്പിലേക്ക് എത്തി. പാർട്ടി ആസ്ഥാനത്തിന് മുമ്പിലെ ചെറിയ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് സാധിക്കാതായതോടുകൂടി മുമ്പിൽ കുത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇതിനിടയിൽ ഇവരുടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ 100-ഓളം വരുന്ന പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തിന് മുമ്പിൽ വളരെ ആസൂത്രിതമായി കൂടി നിന്നു. അതിനുശേഷം പാർട്ടി ആസ്ഥാനത്തിന് മുമ്പിലെ ബോർഡ് കല്ലുകൊണ്ട് കുത്തിയും ഇടിച്ചും പിന്നെ കൊടികൾ കെട്ടി വന്ന കമ്പുകൾ കൊണ്ട് അടിച്ചും തകർക്കുകയായിരുന്നു. ഇതിനുശേഷം മാത്രമാണ് ഡൽഹി പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉയർത്തിയത്. പിന്നീട് അതിനുശേഷം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പിന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്നും മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കി. കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് RSSും BJPയുമാണ്. രവിശങ്കർ പ്രസാദ് പാർട്ടിയെ ഭീഷണിപ്പെടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് നിർത്തി സ്വന്തം പ്രവർത്തകരോട് കേരളത്തിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറയണം എന്നും പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അല്പസമയത്തിനകം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങളെ കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്ര വലിയൊരു സംഘർഷമുണ്ടായ ആയിരക്കണക്കിന് പ്രവർത്തകർ തമ്പടിച്ചു. എന്നിട്ട് പോലും ഇവരെ മാറ്റാനോ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഈ പ്രകടനം പ്രതിരോധിക്കാനോ ഡൽഹി പോലീസ് സാധിച്ചില്ല. ഇന്നലെ രവിശങ്കർ പ്രസാദ് പറഞ്ഞതുപോലെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെന്ന് CPIM ഓർക്കണം എന്ന ഭീഷണി അന്വർത്ഥമാക്കുന്നതായിരുന്നു ഇന്ന് നടന്ന സംഘർഷം. കേന്ദ്ര ഭരണത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും എല്ലാ ഗുണങ്ങളും ഉപയോഗിച്ചു നടന്ന ആക്രമണം എന്ന് തന്നെ പറയാം. ആക്രമണത്തിന്റെ അവസാനമാണ് ബോർഡുകൾ തകർക്കപ്പെട്ടത്. അജിംഷാദ്, AKG ഭവന് ഉള്ളിലേക്ക് അക്രമികൾക്ക് കയറാനായോ? അവർ മതിൽ ചാടിക്കടക്കുന്നതും അക്രമാഹ്വാനം നടത്തുന്നതും ഒക്കെ കണ്ടിരുന്നു ദൃശ്യങ്ങളിൽ. അജിംഷാദ്, എന്തായാലും ഭവനുള്ളിലേക്ക് കടക്കാൻ ഇവർക്ക് BJP ഡൽഹി പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. മതിലിന് മുകളിൽ വരെ കയറി. പക്ഷെ അപ്പോഴത്തേക്കും പോലീസ് എത്തി ചിലരെയൊക്കെ തടഞ്ഞു. അതിനുശേഷമാണ് ഇവർ ഈ ബോർഡുകൾ തകർക്കാനായി തുനിഞ്ഞത് തന്നെ. തീർച്ചയായും അക്രമാഹ്വാനം ആസൂത്രിതവും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണസ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുള്ള ആസൂത്രിതമായ അക്രമമാണ് CPIM കേന്ദ്ര ആസ്ഥാനം കൂടിയായ AKG ഭവന് നേരെ ഇന്ന് BJP നടത്തിയത്. BJPയുടെ മാർച്ച് അക്രമാസക്തമായി. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സന്തോഷ് തള്ളിങ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. വാർത്തകളിലേക്ക്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 5-നാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക.
ജനപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാക്ഷികളാകാൻ പരമാവധി ജനങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവൻ അങ്കണത്തിലാണ് നടക്കാറ്. എന്നാൽ 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു. പുതിയ LDF മന്ത്രിസഭയും ആ മാതൃക പിന്തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. 50,000-ഓളം പേർക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ സെക്രട്ടേറിയറ്റും ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയും മുൻ മന്ത്രിമാരും ഓഫീസുകൾ ഒഴിഞ്ഞതോടെ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കേരളത്തെ വിഴുങ്ങാനായി വാ പിളർന്നു നിൽക്കുന്ന വിഷപ്പാമ്പിന്റെ പിടിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കാൻ കേരളത്തിൽ ഇടതുഭരണം വരേണ്ടത് അനിവാര്യമായി ആണെന്ന് VS അച്യുതാനന്ദൻ. ദേശീയ തലത്തിൽ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരശക്തി നിലനിർത്താനും കേരളത്തിലെ ഇടത് വിജയം അനിവാര്യമായി ഇരുന്നു. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായ പോരാട്ടങ്ങൾ തുടരും. തിരഞ്ഞെടുപ്പിനിറങ്ങിയത് ചരിത്രപരമായ കടമ നിറവേറ്റിയത് സമൂഹത്തോടും പാർട്ടിയോടും ജനങ്ങളോടുമുള്ള കടമയാണെന്നും VS അച്യുതാനന്ദൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വാർത്തകളിലേക്ക്. CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സംഘടനയ്ക്കകത്തും പുറത്തും ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ശിഥിലമാകാതെ സംരക്ഷിക്കാൻ പിണറായി അസാമാന്യമായ നേതൃപാടവമാണ് പുലർത്തിയത്. കാർക്കശ്യം, നിശ്ചയദാർഢ്യം, കൃത്യനിഷ്ഠ, അതാണ് പിണറായി വിജയൻ. 1998 സെപ്റ്റംബർ 25 സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഭരണപാഠവും തെളിയിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം. നീണ്ട 16 വർഷം സെക്രട്ടറി പദവിയിലിരുന്ന് ഏറ്റവുമധികം മാധ്യമവിചാരണ നേടേണ്ടി വന്നിട്ടുണ്ട് ഈ ഉരുക്കു മനുഷ്യന്. പിണറായി സെക്രട്ടറി പദം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയിൽ വിഭാഗീയത മൂർച്ഛിച്ചിരുന്നു. പിണറായി എന്ന നേതാവിന്റെ സംഘടനാ മികവ് തെളിയിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു പിന്നീട് കേരളം കണ്ടത്. പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കാനും പാർട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി നേരിടാനും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ആഴത്തിലാക്കാനും കഴിഞ്ഞു ഈ പിണറായിക്കാരന്. കേവലം 2 വർഷം മാത്രമേ മന്ത്രിസ്ഥാനത്തിരുന്നുള്ളൂവെങ്കിലും മികച്ച ഭരണാധികാരി എന്ന സൽപ്പേരിനും ഉടമയായി പിണറായി വിജയൻ. മന്ത്രിയായിരുന്നപ്പോഴും സെക്രട്ടറി ആയിരുന്നപ്പോഴും തനിക്ക് ഇഷ്ടമില്ലാത്തത് തുറന്നു പറയാനുള്ള ആർജവും ശരിയെന്ന് തോന്നുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും മടി കാണിച്ചില്ല ഇദ്ദേഹം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയ്ക്കാണ്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണമുണ്ട്, അധികാരമുണ്ട്. ആ ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒരു ഐക്യം ഉണ്ട്. ആ ഐക്യം സമർത്ഥമായി അങ്ങേയറ്റം മികവോടെ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ മികച്ച ഒരു ഭരണാധികാരി ആക്കുന്നത്. അരനൂറ്റാണ്ട് കവിഞ്ഞ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പാർട്ടി നിലപാടുകളായിരുന്നു പിണറായിയുടെ ജീവിതം. കേരളത്തിന്റെ വികസനത്തിനായി നിരവധി കർമ്മ പദ്ധതികളാണ് LDF തയ്യാറാക്കിയിട്ടുള്ളത്. വൈദ്യുതി, ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, വികസനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം സ്വന്തം കൈപ്പട ചാർത്തുന്ന പദ്ധതികളുമായിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുന്നത്. നിശ്ചയദാർഢ്യത്തോടെ, കൃത്യനിഷ്ഠയോടെ കേരള ജനത ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലശ്ശേരിയിലുള്ളവർക്കും പിണറായിയിലുള്ളവർക്കും എന്നും രക്ഷകനായിരുന്നു പിണറായി വിജയൻ. തലശ്ശേരി വർഗീയ ലഹളയുടെ കാലത്ത്, അടിയന്തരാവസ്ഥക്കാലത്തും സ്വന്തം ജീവൻ പോലും നോക്കാതെ കലാപഭൂമിയിലിറങ്ങി ആ യുവത്വത്തെ ഇന്നും സഹപ്രവർത്തകർ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി ഓർക്കുകയാണ്. വർഗീയ ലഹളയുടെ കാലത്തും അടിയന്തരാവസ്ഥ കാലത്തും പിണറായി വിജയൻ കാണിച്ച ധീരതയും ഇച്ഛാശക്തിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന KV ബാലൻ നമ്മളോട് പറയുകയാണ്. വർഗീയ കലാപം എന്ന ലക്ഷ്യം വെച്ച് ഹിന്ദു വർഗീയവാദികൾ നടത്തിയ ആസൂത്രിത നീക്കത്തെ അടിച്ചമർത്താൻ 27-ാം വയസ്സിൽ ഇറങ്ങിത്തിരിച്ച ധീരനായ സഖാവായിരുന്നു തലശ്ശേരിക്കാർക്ക് അന്നും ഇന്നും പിണറായി വിജയൻ. 1971 അവസാന കാലഘട്ടത്തിൽ വർഗീയ ലഹള തലശ്ശേരിയെ വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ പിണറായി വിജയൻ ഇറങ്ങിപ്പുറപ്പെട്ടു, തന്റെ സഖാക്കളും ഒന്നിച്ച്. മനുഷ്യർ പരസ്പരം വെട്ടിക്കീറുന്ന യുദ്ധഭൂമിയിൽ സമാധാനത്തിന്റെയും മതേതരത്വത്തിന്റെയും സന്ദേശവുമായി പിണറായി വിജയനും സഖാക്കളും സഞ്ചരിച്ച ചെങ്കൊടി കെട്ടിയ കാറിനെക്കുറിച്ച് പിന്നീട് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ പിണറായി
ഒരു ടാക്സി കാറിൽ കാളിയിലെത്തി. അഡ്വക്കേറ്റ് കെ ഗംഗാൻ ഉണ്ടായിരുന്നു. ഞങ്ങളോട് കാറിൽ കയറാൻ പറഞ്ഞു. മണ്ണിയാട് എത്തിയപ്പോഴേക്കും കാറ് നമ്മളെ പാർട്ടി സഹാക്കൾ തടഞ്ഞു. തലശ്ശേരി പോകാൻ പാടില്ല, അവിടെ കൊലപാതകങ്ങൾ നടക്കുകയാണ്, ഭീകരമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. പിണറായിയുടെ ധീരത അന്നെനിക്ക് വല്ലാത്ത രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പോവും എന്ന് പറഞ്ഞാൽ പോവും. സംഘടനകൾ, സംഘർഷങ്ങൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ കൂടി ഞങ്ങളെ വാഹനം തലശ്ശേരി ടൗണിലാകെ ചുറ്റി. യുദ്ധക്കളമായിരുന്നു തലശ്ശേരി. അടിയന്തരാവസ്ഥ ഭീകരതാണ്ഡവമാടി പിണറായി ഗ്രാമത്തെ തകർത്ത ഭരണകൂട ഭീകരതയെ ഇല്ലായ്മ ചെയ്യുന്നതിൽ പിണറായി വിജയൻ വഹിച്ച പങ്കും സഹപ്രവർത്തകൻ KV ബാലൻ ഓർത്തെടുക്കുന്നു. അടിയന്തരാവസ്ഥയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു സംഭവമാണ് സഖാവ് പിണറായിയെ കൂത്തുപറമ്പ് ലോക്കപ്പിൽ വെച്ചിട്ടുള്ള മർദ്ദിച്ചത്. ക്രൂരമായി അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചു. 4-5 പോലീസുകാർ കൂടി അടിച്ചു. അങ്ങനെ കാലിൻ്റെ ഇത് തകർത്തു. ഇന്ന് പിണറായി വിജയൻ MLA കൂടിയാണ്. കലാപങ്ങളെ അടിച്ചമർത്താൻ ഒരുങ്ങിപ്പുറപ്പെട്ട ധീരതയിലും ഇച്ഛാശക്തിയിലും ഒതുങ്ങുന്നില്ല പിണറായി വിജയൻ എന്ന പേര്. നാടിനെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ പിണറായിയിലും കണ്ണൂർ ജില്ലയിലാകെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിൻ്റെയും വളർച്ചയുടെയും പിന്നിൽ പിണറായി എന്ന പേരുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ ഇടപെടലാണല്ലോ സഹകരണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോൾ കാണുന്ന റെപ്കോ, ആ റെപ്കോ ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും പിണറായിയുടെ പങ്കുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.